ഹായ്, ശരത്താണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് മലയാളത്തിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ടോപ്പിക് എന്താണെന്ന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഈ ഒരു വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 100 സ്റ്റോക്കുകളെങ്കിലും നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യം കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്താലേ ഉള്ളൂ നമ്മൾ ഇവിടെ പറയുന്ന കാര്യം കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ആളുകൾ എങ്ങനെയാണോ വെറുതെ സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മെത്തേഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റോക്കുകളെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സുകളുടെ റവന്യൂ ഗ്രോത്ത് അല്ലെ പ്രോഫിറ്റ്, റവന്യൂ, ഈ പറയുന്ന ഫിഗേഴ്സ് ROE, ഇങ്ങനത്തെ ഫിഗേഴ്സിന്റെയൊക്കെ ന്യൂമറിക്കൽ വാല്യൂവിനെ കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ നമ്പേഴ്സിന്റെയൊക്കെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യമാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു 2 കമ്പനി എക്സാമ്പിൾ എടുക്കും. ഇപ്പോൾ ഒരു കമ്പനിക്ക് 10,000 കോടി അല്ലെങ്കിൽ ഗ്രോത്ത് പറയാം. നമുക്ക് ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ റവന്യൂന്റെ ഗ്രോത്ത് 30% റവന്യൂ ഗ്രോത്ത് ഉണ്ട്, വേറൊരു കമ്പനിക്ക് ഒരു 5% റവന്യൂ ഗ്രോത്ത് ഉള്ളൂ. ഇത് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് തോന്നിയേക്കാം ഈ 30% ഉള്ള കമ്പനിയാണ് നല്ല കമ്പനി, 5% ഉള്ള കമ്പനി മോശമായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇപ്പോഴത്തെ പെർഫോമൻസ് അല്ല, അടുത്ത വർഷം ഇവരുടെ പെർഫോമൻസ് എന്താവും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അപ്പോൾ ഈ 2 കമ്പനികളുടെ മാനേജ്മെന്റ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്നുള്ള കാര്യം നമുക്കറിയണം. ഈ 5% ഉള്ള കമ്പനി പറയുകയാണ് ഇവർ ഇവിടുന്ന് 5% നിന്ന് അടുത്ത വർഷം റവന്യൂ ഗ്രോത്ത് 15% കൂട്ടുമെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത് വിചാരിക്കുക. രണ്ടാമത്തെ കമ്പനിയിൽ 30% ഉള്ള കമ്പനി പറയാണ് അടുത്ത വർഷം അവരുടെ റവന്യൂ ഗ്രോത്ത് 20% ആയിരിക്കും അടുത്ത വർഷം റവന്യൂ ഗ്രോത്ത് വരിക എന്നുള്ളത്. സോ ഈ ഒരു സമയത്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വരേണ്ടത്. ഈ 5% ഉണ്ടായിരുന്ന കമ്പനി അവരുടെ റവന്യൂ ഗ്രോത്ത് കൂടുകയാണ്, റവന്യൂ ഗ്രോത്തിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ് പോകുന്നത്. റവന്യൂ കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് നമുക്ക് ബാക്കിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാർജിൻസ് കൃത്യമായിട്ട് കൂടണം, അതുപോലെ തന്നെ ഇവരുടെ പ്രോഫിറ്റിൽ നല്ല ഗ്രോത്ത് വരുത്തണം, ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുത്തണം, ഇങ്ങനത്തെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 5% നിന്ന് 15% ഒരു കമ്പനി പോകുന്നു, മറ്റേ കമ്പനി 30% നിന്ന് 20% അവരുടെ റവന്യൂ ഗ്രോത്ത് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഗ്രോത്തിന്റെ ഡയറക്ഷൻ താഴേക്കാണ് വരുന്നത്, ഗ്രോത്ത് കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് വേറൊരു കമ്പനിയുടെ ഗ്രോത്തിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഡയറക്ഷൻ മുകളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അത് ഈ ഫിഗേഴ്സ് എല്ലാം റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അല്ലെ ഇതിന്റെ എല്ലാം ഗ്രോത്തിന്റെ റേറ്റ് ആണെങ്കിലും അതല്ല ROE ഇതുപോലെ നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെട്രിക്കുകളെല്ലാം നമുക്ക് നല്ല ഡയറക്ഷനിലേക്കായിരിക്കണം പോകേണ്ടത്. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂവിനല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 5% ഉള്ളതും 15% പറയുന്നു 30% പറയുന്നു ആ നമ്പേഴ്സിലല്ല, 5, 10, 15 എന്നുള്ള നമ്പേഴ്സിലല്ല, ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്നുള്ള കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അത് നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ HDFC ബാങ്കിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്റ്റോക്കാണ്. അവരുടെ റവന്യൂ നോക്കുക, റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം നോക്കുക, ഏകദേശം 3.5 ലക്ഷം കോടിയാണ് അവരുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അവരുടെ പ്രോഫിറ്റ് നോക്കുക, ഏകദേശം 80,000-ഓളമാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 80,000 കോടി അതാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ്. അതുപോലെ നമുക്കിപ്പോൾ റിലയൻസിന് നോക്കിയാൽ 10,000 കോടിക്ക് മുകളിലാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്, 10,000 കോടി. അവരുടെ പ്രോഫിറ്റ് ഏകദേശം 1 ലക്ഷം കോടി, 95,000 കോടിയോളാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം നമുക്ക് അതിനൊക്കെ കുറച്ച് അറിയാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഏഷ്യൻ പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ 10, 30,000, 40,000 കോടിയാണ് അവരുടെ റവന്യൂ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,000, 5,000 കോടിയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇവരുടെയൊക്കെ ഫിഗേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഈ ഏഷ്യൻ പെയിന്റ്സിന് 4,000, 5,000 കോടി പ്രോഫിറ്റ്, അല്ലെങ്കിൽ HDFCയിലേക്ക് ആണെങ്കിൽ 80,000 കോടിയാണ് അവരുടെ പ്രോഫിറ്റ്, റിലയൻസിന്റെ ആണെങ്കിൽ 1 ലക്ഷം കോടി അടുത്താണ് അവരുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇത് എത്രയും വലിയ കമ്പനികളാണ്. ഇവരൊക്കെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ എന്താണ് റിട്ടേൺ തന്നെന്നുള്ള കാര്യം നമ്മൾ മാർക്കറ്റിൽ നോക്കുക. ഞാൻ ഇന്നലെ സംസാരിച്ച HDFC ബാങ്കിലാണെങ്കിൽ 5 വർഷത്തെ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. അത് നമ്മൾ ഏഷ്യൻ പെയിന്റ് എടുത്ത് നോക്കിയാൽ ഏഷ്യൻ പെയിന്റ്സും 5 വർഷത്തെ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല. റിലയൻസ് എടുത്ത് നോക്കിയാലും വലിയ റിട്ടേൺസ് ഒന്നുമില്ല, 5 വർഷം കൊണ്ട് ഒരു 30-40% താഴെയാണ്. അത് CAGR എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ടോട്ടൽ റിട്ടേൺ ആണ് പറഞ്ഞത്. അതിന്റെ CAGR ഇപ്പൊ 30-40% ഉണ്ടെങ്കിൽ അതിന്റെ CAGR എടുത്ത് നോക്കുമ്പോൾ വളരെ ചെറിയ ഫിഗേഴ്സ് ആയിരിക്കും. ഇനിയിപ്പോ വേറെ കുറച്ച് കമ്പനികൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഇവിടെ തന്നെ സംസാരിച്ചിട്ടുള്ള, നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുള്ള ഇപ്പൊ സ്കൈ ഗോൾഡിന്റെ എടുത്ത് നോക്കാം. അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 6,000 കോടി മാത്രമേ ഉള്ളൂ അവർക്ക് റവന്യൂ. അവരുടെ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ്, ഈ ഒരു വർഷത്തെ റവന്യൂ ആണ് 6,000 കോടി എന്ന് പറയുന്നത്. അവരുടെ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 300 കോടിക്ക് താഴെ, ഏകദേശം 288 കോടിയുള്ള അവരുടെ ഈ ഒരു വർഷത്തെ ഫുൾ പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിലയൻസിന് 95,000 കോടിയാണ് അവരുടെ പ്രോഫിറ്റ്. ഇതെന്ന് പറയുന്നത് 300 താഴെ കോടി മാത്രമേ ഉള്ളൂ ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ V2 റീറ്റെയിൽ എടുത്ത് നോക്കി, അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 3,000 കോടിയുള്ള അവരുടെ ടോട്ടൽ റവന്യൂ. നമ്മൾ പറഞ്ഞ ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രോഫിറ്റ് ഉണ്ട് 4,000-ന് മുകളിലുണ്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ പ്രോഫിറ്റ്. അവിടെയാണ് ഈ V2 റീറ്റെയിലിന്റെ റവന്യൂ 3,000 കോടിയേ ഉള്ളൂ. അവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 150-160 കോടിയാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ. ഈ 2 കമ്പനികളും കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ തന്ന റിട്ടേൺസ് ഒന്ന് നോക്കുക. ഇപ്പൊ സ്കൈ ഗോൾഡ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവർ മെയിൻ ബോർഡിലേക്ക് വന്നതിന് ശേഷം, NSE BSEയിലേക്ക് വന്നതിന് ശേഷം
ആ ഒരു 2-3 വർഷം കൊണ്ട് അവർ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം 20 ടൈംസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ 20 ടൈംസ് ആണ് റിട്ടേൺ വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു 3 വർഷത്തെ കണക്കാണ് പറയുന്നത്. ഇതേ കാര്യം നമ്മൾ V2 റീറ്റെയിലിൽ എടുത്ത് നോക്കിയാൽ V2 റീറ്റെയിലിൽ കഴിഞ്ഞൊരു 3 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം ഒരു 30 ടൈംസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളുടെ വലിപ്പം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, റിലയൻസും അല്ലെങ്കിൽ HDFC ഒക്കെ അടുത്ത് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്താ തോന്നുക, ഈ 3-4 വർഷത്തിൽ റിലയൻസും HDFC ഒന്നും തന്നത്രയും പ്രോഫിറ്റ് ഒരിക്കലും നോർമലി നമ്മൾ വിചാരിക്കുന്ന ഒരു സിനാരിയോയിലാണെങ്കിലും ഈ സ്കൈ ഗോൾഡും അല്ലെങ്കിൽ V2 റീറ്റെയിലും ഒന്നും തരാൻ പാടില്ല. അല്ലെങ്കിൽ V2 റീറ്റെയിലും സ്കൈ ഗോൾഡും ഒക്കെ തരുന്നതിനെ കഴിഞ്ഞ് മുകളിൽ റിട്ടേൺ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ റിലയൻസോ അല്ലെങ്കിൽ HDFC ഒക്കെ നമുക്ക് തരേണ്ടതല്ലേ. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, റിലയൻസും HDFC പോലത്തെ വലിയ വലിയ സ്റ്റോക്കുകളാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെ അവരാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ആ ഒരു രീതിയിലായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകളിലൊക്കെ ഗ്രോത്ത് നോക്കുക. റിലയൻസ് ആണെങ്കിലും HDFC ആണെങ്കിലും, HDFCയുടെ ഗ്രോത്തിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. HDFC ഒക്കെ നമ്മൾ ബാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ AUM ഗ്രോത്ത് അല്ലെങ്കിൽ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. അതിനെപ്പറ്റിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാൽ, സോ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ റിലയൻസിലേക്ക് നോക്കി കഴിഞ്ഞാൽ റിലയൻസിന്റെ ഒരു കഴിഞ്ഞൊരു 3-4 വർഷത്തെ എടുത്ത് നോക്കിയാൽ 10% താഴെയാണ് അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് ഏഷ്യൻ പെയിന്റ്സിനെ എടുത്ത് നോക്കിയാൽ അവരുടെ 5% താഴെയാണ് കഴിഞ്ഞൊരു 3-4 വർഷത്തെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതേ കാര്യം നമ്മൾ സ്കൈ ഗോൾഡ് എടുത്ത് നോക്കിയാൽ സ്കൈ ഗോൾഡിൽ 70-100% അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ഒരു വർഷം തന്നെ 77-78% അവരുടെ ഫുൾ ഇയർ ഗ്രോത്ത്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ അവർക്ക് 100% മുകളിലായിരുന്നു ഗ്രോത്ത്. അവരുടെ പ്രോഫിറ്റ് നോക്കിയാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. അതായത് 100% റവന്യൂ ഗ്രോത്ത് വന്നാൽ 150-200% ആയിരിക്കും പ്രോഫിറ്റിന്റെ ഗ്രോത്ത് വരുന്നത്. ഈ പറഞ്ഞ ഫിഗേഴ്സ് എല്ലാം വലിയ ഫിഗേഴ്സ് ആണ്. അതുകൂടാതെ തന്നെ അതിന്റെയൊക്കെ ഡയറക്ഷൻ നോക്കുക, അത് മുകളിലേക്കാണ് പോകുന്നത്. അത് മുകളിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഇപ്പം 100% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് 100% വെച്ച് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 50% അല്ലെങ്കിൽ 40% മുകളിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. V2 റീറ്റെയിൽ എടുത്ത് നോക്കുക. V2 റീറ്റെയിൽ 2 വർഷം മുമ്പ് 40% ഗ്രോ ചെയ്ത കമ്പനി കഴിഞ്ഞ വർഷം 60% ആയിട്ട് ഗ്രോ ചെയ്തത്. ഈ വർഷത്തേക്ക് നോക്കിയാൽ 62% ആയിട്ട് അവരുടെ റവന്യൂ ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെ നല്ല ഡയറക്ഷനിലേക്ക് ഇവരുടെ റവന്യൂന്റെ ഗ്രോത്ത് ആണെങ്കിലും അല്ല റവന്യൂന്റെ ഫിഗേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്ന സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ റീറേറ്റിംഗ് കിട്ടാൻ, കാരണം അവരുടെ പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെ കഴിഞ്ഞ സ്പീഡിലാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും വീണ്ടും ചീപ്പർ ആവുകയും ഇവരുടെ PE റീറേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, വേറെ സ്റ്റോക്കുകൾ നല്ല റിട്ടേണും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ അതിന്റെ ഏതൊക്കെ ഫിഗേഴ്സ് ആണോ അതെല്ലാം ഇമ്പ്രൂവ് ആവുന്ന ബിസിനസ്സുകൾ അല്ലെ സ്റ്റോക്കുകൾ നമ്മൾ ഫൈൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അവിടെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം സ്കൈ ഗോൾഡും V2 റീറ്റെയിലൊക്കെ പറയുന്നത് നമുക്ക് 50-60-100% കണക്കാണ് നമ്മൾ പറയുന്നത്. അത്രയും വലിയ ഫിഗേഴ്സ് ഒന്നും വേണ്ട. ഇതിന്റെ റവന്യൂ ഗ്രോത്തിന്റെ ഡയറക്ഷൻ അല്ലെ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ ഡയറക്ഷൻ, ROE ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എല്ലാം നല്ലതായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കമ്പനി നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബാറ്റ നോക്കാം. FY 2016 ശേഷം ഒരു കോവിഡ് വരെ 2020 വരെയുള്ള സമയത്ത് ആ ഒരു 3-4 വർഷം നോക്കിയാൽ അവരുടെ റവന്യൂ ഗ്രോത്ത് നെഗറ്റീവ് ഫിഗേഴ്സിൽ നിന്ന് അവർ ചെറിയ രീതിയിൽ 2%-3%ലേക്ക് ആദ്യം 2017 വരുന്നു. അതിനുശേഷം 2018 ആകുമ്പോൾ അവർ 5-6% മുകളിലേക്ക് അവരുടെ റവന്യൂന്റെ ഗ്രോത്ത് വരുന്നു. അതിനുശേഷം 2018-2019 ആ ഒരു സമയമാകുമ്പോഴത്തേന് ഇവരുടെ റവന്യൂന്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഈ പറഞ്ഞ 100% ഗ്രോത്തോ 200% ഗ്രോത്തോ ഒന്നുമില്ല. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് റവന്യൂവിൽ ഗ്രോത്ത് വരാൻ തുടങ്ങി, അവർക്ക് പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുത്താൻ തുടങ്ങി, ഇതിന്റെ ഡയറക്ഷൻ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. നെഗറ്റീവിൽ കിടന്ന സാധനം ചെറിയൊരു പോസിറ്റീവിലേക്ക് എത്തി, അവിടുന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പറിലേക്ക് എത്തി, അവിടുന്ന് വീണ്ടും ബെറ്റർ ആയിട്ടുള്ള നമ്പറിലേക്ക് എത്തി. സോ ആ ഒരു സമയത്തുള്ള സ്റ്റോക്കിന്റെ റിട്ടേൺ നിങ്ങളൊന്ന് ചാർട്ടിലൊന്ന് എടുത്തു നോക്കുക. നല്ല രീതിയിൽ ആ ഒരു 2016-2017 തൊട്ട് 2020 വരെയുള്ള സമയത്ത്, കോവിഡിന് മുമ്പ് വരെയുള്ള സമയത്ത് നല്ല രീതിയിൽ സ്റ്റോക്കിൽ റീറേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നൊരു സ്റ്റോക്കാണ്. അതിനുശേഷം കോവിഡിന്റെ ആ ഒരു 2 വർഷം അവർക്ക് വലിയ രീതിയിൽ അവരുടെ പ്രോഫിറ്റിന്റെ റവന്യൂവിനെ ഒക്കെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ FY 22-ലും FY 23-ലൊക്കെ അവരുടെ റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തും ഇവർ കോവിഡിന് മുമ്പുണ്ടാക്കിയ ആ റവന്യൂവിന്റെ അത്രയും വരെ അവർക്ക് ഗ്രോത്ത് എത്താനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ സ്റ്റോക്കിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് അല്ലെ സ്റ്റോക്കിന് വാല്യൂഷൻസ് ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് കൊടുത്തിരുന്നത് ഈ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം 21-22 ആ ഒരു താഴേക്ക് പോയതിനു ശേഷം വീണ്ടും തിരിച്ച് ഗ്രോ ചെയ്യുമ്പോഴും ഇവർ ഏറ്റവും പീക്കിൽ പെർഫോം ചെയ്ത ആ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. അവർ അത് കഴിഞ്ഞിട്ട് 2023 ശേഷം വീണ്ടും അവരുടെ പെർഫോമൻസ് താഴേക്കാണ് പോയിട്ട്. അതിന് പകരം ഒരു 1-2 വർഷം കൂടെ അവർ ആ ഒരു രീതിയിൽ ആ ഒരു പേസിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് വീണ്ടും റീറേറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ആ ഒരു സമയത്തു നിന്ന് താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്പേഴ്സിന്റെ വലിപ്പം, ന്യൂമറിക്കൽ വാല്യൂവിനല്ല ഇമ്പോർട്ടൻസ്, ഈ നമ്പേഴ്സിന്റെ ഡയറക്ഷൻ തന്നെയാണ്. അതിപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ROE ഡയറക്ഷൻ നോക്കുക. ഇതെല്ലാം നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ROE 1% ഉണ്ടാകുന്നു, അവിടുന്ന് 3% ആവുന്നു, 5% ആവുന്നു, 10 ആവുന്നു. ആ ഒരു രീതിയിൽ ഗ്രോത്ത് വരുന്ന കമ്പനികളുടെ നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാസ്റ്റിലെ ഡേറ്റ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് നിങ്ങൾ പോകുന്നത്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്.
അതുപോലെ തന്നെ ഈ ROIയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ റവന്യൂ അല്ലെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ROIയുടെ എത്രയാണ് ROI എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാനായിട്ട് വരുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് നാളത്തെ കാര്യം എന്താണെന്നുള്ള കാര്യം, ഫ്യൂച്ചറിൽ എന്ത് നടക്കും എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് അറിയേണ്ടത്. അതല്ലാതെ ഇന്നലെ എന്ത് നടന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം അത് ഓൾറെഡി ആ സ്റ്റോക്കിനകത്ത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ കമ്പനികളെ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ അടുത്ത വർഷത്തെ ഫിഗേഴ്സ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. മാനേജ്മെന്റ് എത്രയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം. ആ ഒരു ഫിഗേഴ്സ് കിട്ടിയിട്ട് അതിനെയും നമ്മൾ ഇപ്പോൾ ഉള്ള ഫിഗേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഇതിന്റെ ഫിഗേഴ്സ് ഒക്കെ റവന്യൂ ഗ്രോത്ത് ആണെങ്കിലും പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിലും ഇവരുടെ ROI ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവാണോ ചെയ്യുന്നത്, അതാണ് നമുക്ക് ഒന്നാമതായിട്ട് അറിയേണ്ടത്. രണ്ടാമതായിട്ട് ഇവരുടെ പീർസുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട് ഇവരുടെ പീർസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരാണോ അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യം അറിയണം. അപ്പോൾ ഇത് രണ്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിനെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം. അതിനേക്കഴിഞ്ഞ് മുമ്പായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്താണ് നോക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ വേണം. അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഡയറക്ഷൻസ് നല്ലതാവുകയാണോ, ഈ ഫിഗേഴ്സ് എല്ലാം ഇമ്പ്രൂവ് ആവുകയാണെന്നുള്ള കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഇത് നിങ്ങൾ കുറെ സ്റ്റോക്കുകൾ എടുക്കും. ഇപ്പൊ നമ്മളിപ്പോൾ സ്കൈ ഗോൾഡ്, V2 റീറ്റെയിൽ ഒക്കെ പറഞ്ഞ പോലെ തന്നെ വേറെ കുറെ നമുക്ക് ചാർട്ടിൽ റിട്ടേൺ തോന്നുന്ന സ്റ്റോക്കുകൾ, നിങ്ങൾക്ക് ചാർട്ട് നോക്കാൻ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ചാർട്ടിൽ നോക്കിയിട്ട് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എടുക്കുക. അതുപോലെ തന്നെ ചാർട്ടിൽ നോക്കിയിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരാത്ത സ്റ്റോക്കുകൾ എടുക്കുക. ഈ 2 സ്റ്റോക്കുകൾ എടുത്തതിന് ശേഷം ഇങ്ങനത്തെ കുറെ സ്റ്റോക്കുകൾ എടുക്കുക. രണ്ടെന്ന് ഉദ്ദേശിച്ച് 2 ടൈപ്പ് ഓഫ് സ്റ്റോക്കുകൾ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഇതിന്റെയൊക്കെ ഫിഗേഴ്സ് നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനറിൽ നോക്കാൻ പറ്റും. സ്ക്രീനറിൽ കയറിയിട്ട് ഇവരുടെ ഓരോ വർഷത്തിലെ ഇവരുടെ റവന്യൂവിന്റെ ഗ്രോത്തും പ്രോഫിറ്റിന്റെ ഗ്രോത്തും നോക്കുക. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു നോക്കുക. റവന്യൂ ഗ്രോത്ത് കൂടുമായിരുന്നു കമ്പനിയിൽ വന്നുകൊണ്ടിരുന്നത്, അതോ അവരുടെയൊക്കെ റവന്യൂ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ട് വരുവാണോ ഓരോ വർഷം കഴിയും തോറും സംഭവിച്ചത്, ഇത് കൃത്യമായിട്ട് നോക്കുക. ഇതിനകത്ത് വ്യത്യാസം വരുമ്പോൾ റവന്യൂ ഗ്രോത്ത് മാത്രം നോക്കിയാൽ പോരാ, റവന്യൂ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുക. പ്രോഫിറ്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. റവന്യൂ മാത്രം ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല, പ്രോഫിറ്റ് ഗ്രോത്ത് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നോക്കുക. അവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ബേസിക് ആയിട്ടൊന്ന് നോക്കുക. അതിനുശേഷം ഇതിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെയാണോ സ്റ്റോക്കിന്റെ പ്രൈസിൽ മൂവ്മെന്റ് വന്നിരിക്കുന്നത്. ഞാൻ എക്സാക്ട് ആയിട്ട് അങ്ങനെ ഡയറക്ഷനിൽ നടക്കുന്നുള്ള കാര്യമല്ല, പക്ഷെ ഒരു 2-3 വർഷത്തെ നമ്മൾ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് ഈ ബിസിനസിന്റെ പെർഫോമൻസിനനുസരിച്ചിട്ട് ചാർട്ടിൽ അതിന്റെ റിഫ്ലക്ഷൻ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സെൻസിബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചാർട്ടിൽ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ കൺവിക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഈ കമ്പനികളെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇതിനകത്തൊരു കൺവിക്ഷൻ ആണ്. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ള ധാരണ നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ കഴിയുന്നത്രയും നേരത്തെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും പുതിയ കുറെ കമ്പനികളിലേക്ക് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബാറ്റയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ബാറ്റയിൽ ഒരു പക്ഷേ ചിലപ്പം ഈ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് മോശമായിരുന്നു, ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത വർഷം അടുത്ത വർഷം അറിയത്തില്ല. നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് Q4 റിസൾട്ടിന്റെ സമയത്തെ മാനേജ്മെന്റ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സെക്ടറിലുള്ള റെഡ് ടേപ്പിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് റെഡ് ടേപ്പ് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് വീഡിയോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റോക്ക് ഉണ്ട്, ഒരു പുതിയൊരു കമ്പനിയാണ്, അവരുടെ ബിസിനസ് അനാലിസിസ് ചെയ്യാം. അത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഈ വീഡിയോസ് എല്ലാം നമുക്ക് വരുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.